സർ ഇത് മെയിൻ ആയിട്ട് കൊമേഴ്സ് ഫോക്കസ്ഡ് ആണ് അല്ലേ സർ? അപ്പൊ ഇത് ഏത് സിലബസുമായി റിലേറ്റ് ചെയ്താണ് സാർ ഇപ്പൊ ഈ ബുക്ക് ഇറക്കിയിരിക്കുന്നത്? നമ്മുടെ സിലബസ് മാത്രമാണോ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? അതായത് കുട്ടികൾ അവർക്ക് പഠിക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനോ മോഡൽ ക്വസ്റ്റ്യനോ അങ്ങനെയുള്ള പാറ്റേൺ ഉണ്ടോ? ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 1 to 100 എന്ന നിലയ്ക്ക് തന്നെ അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കുമ്പോൾ ഉപകാരം രണ്ട് തരത്തിലുള്ളതാണ്. നമ്മുടെ കണ്ടന്റ് ഉൾപ്പെടെയുള്ളത് അധികമായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ സർ? അതായത് മോഡൽ ക്വസ്റ്റ്യൻ പോലുള്ള, അതായത് അവർക്ക് പഠിച്ചിട്ട് പാകത്തിനുള്ളതല്ലേ? ഹലോ, ഹായ്, നമസ്കാരം. സഹായ റൈസ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ അക്കൗണ്ട് ഗ്രേഡ് 2ന്റെ റാങ്ക് ഫയൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടെന്ന് അറിയാം. അപ്പൊ നമുക്ക് അതിന്റെ ഓരോ ഡൗട്ടുകളും ബുക്കുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പരിചയപ്പെടാം. സർ, നമുക്ക് ഈ റാങ്ക് ഫയൽ നമ്മുടെ കൊമേഴ്സിന്റെ അക്കൗണ്ട് ഗ്രേഡ് 2ന്റെ റാങ്ക് ഫയൽ ഇറങ്ങി അല്ലേ സർ? അപ്പൊ നമ്മുടെ ഒരുപാട് നാളത്തെ അധ്വാനത്തിന്റെ ഫലമായി ഇറങ്ങിയതാണ്. ഏതൊക്കെ എക്സാമുകൾക്ക് ഇത് ഉപകരിക്കും? അപ്പോൾ നമ്മൾ ഒഫീഷ്യലി ബുക്ക് അനാച്ഛാദനം ചെയ്തില്ല, ഒന്ന് ബുക്ക് പബ്ലിഷ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബുക്ക് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ അക്കൗണ്ടന്റ് ഗ്രേഡ് 2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ജൂണിൽ വരാൻ പോകുന്ന പരീക്ഷയാണ്. അപ്പോൾ അതിന്റെ ഡേറ്റ് ഒക്കെ ഏകദേശം ആന്റിസിപ്പേറ്ററി വന്നിട്ടുണ്ട്. അക്കൗണ്ടന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും, ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ കൊമേഴ്സ് ഭാഗങ്ങൾ കവർ ചെയ്യാൻ നമുക്ക് ഉറപ്പായിട്ട് സഹായിക്കും. അതിനോടൊപ്പം സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ കൊമേഴ്സ് ഭാഗങ്ങൾ കവർ ചെയ്യാൻ സഹായിക്കും. അതുപോലെ അക്കൗണ്ടന്റ്, ക്യാഷ്യർ അല്ലെങ്കിൽ വേരിയസ് KFCA കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് പരീക്ഷ, സിഡ്കോയിലേക്കുള്ള പരീക്ഷ, അപ്പോൾ അങ്ങനെ എല്ലാ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള മത്സര പരീക്ഷകൾക്കും ഇത് സഹായിക്കുന്നതാണ്. കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതിനകത്ത് മിക്കവാറുള്ള എല്ലാ എക്സാംസിലും അപ്പോൾ നമുക്ക് അറിയാം ഡിവിഷണൽ അക്കൗണ്ടന്റിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിലും മാസ്റ്റേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം. എന്നാൽ കൂടിയും അതിനകത്തും കുറേ മൊഡ്യൂൾസ് നമുക്ക് ഇതിനകത്ത് സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കോമേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള PSC പരീക്ഷകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വരുന്ന മൊഡ്യൂൾസ് 1 മുതൽ 10 മൊഡ്യൂൾസ് വളരെ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സിലബസ്. അപ്പോൾ അത് പരിപൂർണമായിട്ട് കവർ ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പോൾ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊമേഴ്സ് മേറ്റ് എന്നാണ് ബുക്കിന്റെ പേര്. ഓക്കെ, ഇത് ഹെൽപ്ഫുൾ ആവുന്ന ബുക്കാണ്. സർ, ഇത് മെയിൻ ആയിട്ട് കൊമേഴ്സ് ഫോക്കസ്ഡ് ആണ് അല്ലേ സർ? അപ്പൊ ഇത് ഏത് സിലബസുമായി റിലേറ്റ് ചെയ്താണ് സാർ ഇപ്പൊ ഈ ബുക്ക് ഇറക്കിയിരിക്കുന്നത്? സ്റ്റിക്ക് ഓൺ ചെയ്ത സിലബസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റിക്ക് ഓൺ ചെയ്ത സിലബസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വേരിയസ് കമ്പനി ബോർഡ് അക്കൗണ്ടന്റിന്റെ സിലബസ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ KFCയിലോട്ട് വരുമ്പോഴത്തേക്കും സിലബസിൽ വ്യത്യാസമില്ല, സെയിം സിലബസ് ആണ് റിപ്പീറ്റ് ആയി വന്നിട്ടുള്ളത്. നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടിങ് 1ാമത്തെ മൊഡ്യൂൾ, 2ാമത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് 3ാമത്തെ മൊഡ്യൂൾ, മാനേജ്മെന്റ്, മാനേജർ എക്കണോമിക്സ്, കമ്പനി ലോ, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഓഡിറ്റിങ്ങിന് 10 മൊഡ്യൂൾസ് ആണ്. ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വീതമാണ് ഇപ്പോൾ നിലവിലത്തെ സിലബസിലെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. മുഴുവനായിട്ട് നമുക്ക് പറയുമ്പോൾ 1304 പേജസ് ആണ് ഈ ബുക്കിന്റെ ഒരു വലിപ്പം എന്ന് പറയുമ്പോൾ. നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ കൊമേഴ്സ് റാങ്ക് ഫയലിനേക്കാളും ഏകദേശം ഒരു ഇരട്ടി ഉണ്ട് എന്നുള്ളതാണ് കണ്ടന്റ്. ഓക്കെ സർ, അപ്പൊ ഇതില് നമ്മുടെ സിലബസ് മാത്രമാണോ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? അതായത് കുട്ടികൾ അവർക്ക് പഠിക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനോ മോഡൽ ക്വസ്റ്റ്യനോ അങ്ങനെയുള്ള പാറ്റേൺ ഉണ്ടോ? ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് എപ്പോഴും മത്സര പരീക്ഷകൾ നമ്മൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ക്രാക്ക് ചെയ്യാതെ പറ്റില്ല. അപ്പോൾ ഈ ബുക്ക് പ്രിപ്പയർ ചെയ്തതിന്റെ അടിസ്ഥാനം തന്നെ ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സഹകാരിയുടെ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ എടുത്ത് പറയുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുള്ള കാര്യം. അപ്പോൾ ഓരോ സബ് മൊഡ്യൂളുകളും അവസാനിക്കുന്ന മുറയ്ക്ക് നമുക്ക് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് അതിന്റെ ബുക്കിന്റെ ഏറ്റവും അവസാനം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരു വ്യത്യാസവും ഇല്ലാതെ, മറ്റേതാകുമ്പോഴത്തേക്ക് നമ്മൾ സോർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓഡിറ്റിംഗിൽ വൗച്ചിങ് ഒരു ചെറിയ ഹെഡാണ്, ആ ഹെഡ് എടുക്കുന്നു, ആ ഹെഡുമായി ബന്ധപ്പെടുത്തിയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവിടെ സോർട്ട് ഡൗൺ ചെയ്ത് അതിന്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ പുസ്തകം അവസാനിക്കുന്ന മുറയ്ക്ക് നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 1 to 100 എന്ന നിലയ്ക്ക് തന്നെ അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കുമ്പോൾ ഉപകാരം രണ്ട് തരത്തിലുള്ളതാണ്. സർ, ഇതില് നമ്മുടെ കണ്ടന്റ് ഉൾപ്പെടെയുള്ളത് അധികമായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ സർ? അതായത് മോഡൽ ക്വസ്റ്റ്യൻ പോലുള്ള, അതായത് അവർക്ക് പഠിച്ചിട്ട് പാകത്തിനുള്ളതല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് ഇപ്പോൾ അക്കൗണ്ടിങ് എക്സാമിനേഷൻസ് എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് PYQs ഇപ്പൊ നിലവിലില്ല. അപ്പൊ മാത്രമല്ല ഇപ്പോൾ PSCയുടെ ചോദ്യങ്ങളുടെ രീതി ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് അഡ്വാൻസ് ലെവലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടന്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഇപ്പൊ 4ാമത്തെ ഒരു ലെവലും കൂടെ PSC കണ്ടുപിടിച്ചിട്ടുണ്ട്.
കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴത്തേക്കും, മൊഡ്യൂളല്ല സബ് മൊഡ്യൂൾ കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 100 ചോദ്യങ്ങൾ അവിടെ ചെയ്തു നോക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഗുണം. പക്ഷേ ഈ ബുക്ക് വാങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും നിങ്ങൾ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ബുക്ക് വാങ്ങുക നല്ലൊരു കാര്യമാണ്. പക്ഷെ ബുക്ക് വാങ്ങി വെറുതെ വെക്കരുത് ആരും. ഓക്കെ, നമ്മൾ ബുക്ക് വാങ്ങുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഇതുവരെ തുടങ്ങാത്തവർക്ക് ബുക്ക് വാങ്ങാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ ഇഷ്ടംപോലെ ബുക്ക് പണ്ട് വാങ്ങിയിട്ടുണ്ട്, ഒരെണ്ണം പോലും തുറന്നു നോക്കാതെ വീട്ടിൽ ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് വലിയ ബുക്കാകുമ്പോൾ എന്തെല്ലാം കണ്ടന്റ് ഉണ്ടെന്ന് അറിയാനും. പിന്നെ ഞാനിപ്പോ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നിലയ്ക്ക് ബുക്ക് വാങ്ങിച്ചളയാം. ബുക്ക് നമ്മൾ കാണുമ്പോൾ അത് ഇത്ര പൈസയിലുള്ളൂ, കിട്ടുമ്പോൾ ആശ്വാസമാണ്. ഈ ആശ്വാസം അവിടെ വെച്ചോണ്ടിരുന്നാലും ജോലി കിട്ടുകയില്ല. അത് ഞാൻ ഒന്ന് അഡ്വാൻസ് ആയിട്ട് പറയാണ്. ബുക്ക് വാങ്ങി നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു ദിവസം ഇത്ര പേജ് വെച്ച് കവർ ചെയ്ത് തീർക്കും. ഇതിനകത്തൊരു മൊത്തം 1300 സംതിങ് പേജുകളുണ്ട്. ഒരു ദിവസം നമ്മൾ ഒരു 40 പേജ് അല്ലെങ്കിൽ പോട്ടെ ഒരു 20 പേജെങ്കിലും നിങ്ങൾ ഒരു ദിവസം തീർക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് ഓരോ ദിവസം ടിക്ക് ചെയ്ത് പോകണം. അതിനോടൊപ്പം നിങ്ങൾ കോഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദ്യങ്ങളുടെ എണ്ണത്തിലാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നത്. അവിടെ ചോദ്യങ്ങളുടെ എണ്ണത്തിലും ക്ലാസ്സിന്റെ ഡെപ്തിലുമാണ് അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ കോഴ്സിലേക്ക് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും കോഴ്സ് എടുത്ത് ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അതിനോടൊപ്പം ഒരു സഹായി കൂടെയാണ് ഈ പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ബുക്ക് വാങ്ങി പഠിക്കുന്നവർ എടുത്ത് തലേണയാക്കി ഉപയോഗിക്കാതെ ഉറപ്പായിട്ടും പഠിക്കാൻ നേരത്തെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു വേണം, നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും ഒരു പേപ്പർ കഷ്ണവും ഉണ്ടായിരിക്കണം. വായിച്ചിട്ട് മനസ്സിലാക്കുന്ന കാര്യം എന്താണോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വെറുതെ പുസ്തകം തുറന്ന് ടൈം ടേബിൾ തയ്യാറാക്കി, അതെ നമ്മൾ അല്ല പുസ്തകം തുറന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്വപ്നം കാണുന്ന ഇത്രയും പേരുണ്ട്, അത് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മള് ഷോർട്ട് നോട്ട് എടുക്കുന്നവരുടെ ശീലമാക്കിയിട്ടാണ് പുസ്തകം ഉപയോഗിച്ച് പഠിക്കേണ്ടത് കേട്ടോ. സാർ, ഇതിന്റെ അകത്ത് നമ്മുടെ ലെറ്റേഴ്സ് എങ്ങനെയാ സാർ? ഏത് ഫോണ്ടിൽ? നല്ല ഫോണ്ടാണ്. നമുക്ക് നമ്മൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഗ് വരുന്നത് അതിന്റെ അകത്തുള്ള അക്ഷരങ്ങൾ ഇരിക്കുക, റീഡബിലിറ്റി വളരെ അതാണ് അതിന്റെ ആ സ്ട്രക്ചർ. അത് റീഡബിലിറ്റി മാത്രമല്ല മിസ്, നമുക്കിപ്പോ ഒരു പേജ് പെട്ടെന്ന് കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പേജ് എടുത്തു, നമുക്ക് അതിനകത്ത് കുറച്ച് കണ്ടന്റ് ഉള്ളൂ, കാരണം കുറച്ച് വലിയ ഫോണ്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് കണ്ടന്റേ ഉള്ളൂ. നമുക്ക് പെട്ടെന്നൊരു പ്രോഗ്രസീവ് ഫീൽ ഉണ്ടാവും. നമുക്ക് ഇടുങ്ങി നമ്മൾ ഒരുപാട് കാശ് ലാഭിക്കാൻ വേണ്ടി ഇടുങ്ങി ചെയ്തു കഴിഞ്ഞാൽ ഇത് മനസ്സിലായില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈ ഫസ്റ്റ് കാണുമ്പോ തന്നെ ആ ബുക്കിലൊരു നമുക്ക് നമ്മുടെ ബുക്കിൽ സ്റ്റെക്ക് ഓൺ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് തോന്നുന്ന രീതിക്കുള്ള. മാത്രമല്ല നിങ്ങൾക്ക് ഒരു വരി ഇതിനിടയ്ക്ക് എഴുതാനുള്ള സ്ഥലം കൂടെ അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ഉണ്ട്. നിങ്ങൾ എക്സ്ട്രാ ഇപ്പോൾ ക്ലാസ് കാണുമ്പോഴത്തേക്കും, ഉദാഹരണം നിങ്ങൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജർ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ക്ലാസ് കാണുമെന്ന് വെച്ചോളൂ. ആ ക്ലാസ് കാണുന്ന സമയത്ത് നമുക്ക് ക്ലാസ്സിൽ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ പോയിന്റ്സ് ഈ ബുക്കിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഗ്യാപ്പും കൂടെ ആ ബുക്കിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു എൻറ്റയർ ബുക്ക് നിങ്ങളുടേതായിട്ട് മാറും. നിങ്ങൾ ക്ലാസ് കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ഈ ബുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എൻറ്റയർ ബുക്ക് നിങ്ങളുടേതായിട്ട് മാറും. പിന്നെ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ നമ്മൾ ലെക്ചർ നോട്ട് എടുക്കാൻ പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അത് നിങ്ങളെ ഉറപ്പായിട്ടും ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകും. സാർ, അപ്പൊ ഈ ബുക്ക് നമുക്ക് എവിടെ നിന്നൊക്കെ കുട്ടികൾക്ക് കിട്ടും? അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ നമ്മുടെ റാങ്ക് ഫയൽസ് എല്ലാം നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിന്റെ പ്രൈസിങ്ങിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിന്റ് പ്രൈസ് നമുക്ക് കുറച്ച് ഹയർ സൈഡിലാണ് നമുക്ക് ഇടാൻ പറ്റുക. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഒരു ഔട്ട്സൈഡർ ആയിട്ടുള്ളൊരു ബുക്ക് സെല്ലർക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഉറപ്പായിട്ടും ആ പ്രൈസിനായിരിക്കും അത് വിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വളരെ ഹയർ പ്രൈസിനായിരിക്കും ബുക്ക് കിട്ടുക. അത് ഏകദേശം 1300 രൂപ അത്രയും പ്രൈസ് പോകും. അപ്പോൾ ആ ഒരു നമ്മുടെ ഉദ്യോഗാർത്ഥികൾ വളരെ സാധാരണക്കാരായ ആൾക്കാരാണ്. അപ്പം നമുക്ക് ആ ഒരു ലെവൽ ഓഫ് നിങ്ങൾക്ക് ആ ഒരു ബുക്കിന് വേണ്ടി മുടക്കാവുന്ന തുക എത്രയാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സഹകാരി raceplus.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിനകത്ത് നമ്മുടെ പബ്ലിക്കേഷൻ വിങ് ഉണ്ട്. പബ്ലിക്കേഷൻ വിങ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ബുക്ക് കാണാൻ പറ്റും, കൊമേഴ്സ് മേറ്റ് എന്ന ബുക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആ ഫോം ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ നിലവിൽ സഹകാരിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യത്തെ 1 വീക്ക് കേട്ടോ, ആദ്യത്തെ 1 വീക്കാണ് ഇപ്പോൾ നിലവിൽ ഈ ഓഫർ ഉള്ളത്. 650 രൂപയാണ് നിലവിൽ സഹകാരിയുടെ അക്കൗണ്ടിന്റെ ബാച്ചുള്ള ആൾക്കാർക്ക് മാത്രമാണത് കേട്ടോ. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഫോമിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ആപ്പിൽ നമ്മൾ പർച്ചേസ് ചെയ്ത ഫോൺ നമ്പറുടെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ചെയ്താലേ ഓഫർ അവൈലബിൾ ആവത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തുനിന്നുള്ള കുട്ടികൾക്കും ഇപ്പോൾ ഓഫർ പ്രൈസിൽ 750 രൂപയ്ക്കാണ് ഇപ്പോൾ വരുന്നത്. ഇതും ഫോർ ദ ഫസ്റ്റ് വീക്കാണ് ഈ ഒരു ഓഫർ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസ് അപ്ഡേഷൻ നമുക്ക് വെബ്സൈറ്റിൽ തന്നെ നേടിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ അത് സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. പ്രൈസിൽ വർധന ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർ ദ ഫസ്റ്റ് വീക്ക് ഓൺലി ഇങ്ങനെയുള്ളൊരു ഓഫർ വരുന്നത്.
ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇതൊരു പ്രയോജനപ്രദമായിട്ടുള്ള ഒരു നല്ലൊരു അവസരമാണ് കേട്ടോ. എല്ലാവരും ആക്കട്ടെ. മാക്സിമം പ്രയോജനപ്പെടുത്തേ. ബുക്ക് വാങ്ങി വെച്ചാൽ പോലെ പഠിക്കാൻ വേണം. അതെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു.